ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കേണൽ സാറ് കൺമണിയോട് ചോദിക്കുന്നുണ്ട്, കൺമണിക്ക് എന്താണ് തോന്നുന്നത്, കൃഷി ചാലഞ്ചിൽ ജയിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയുന്നുണ്ട്, ജയിക്കും സാർ, ഉറപ്പായിട്ടും ജയിക്കുമെന്ന് പറയുമ്പോൾ കേണൽ സാറ് പറയുന്നുണ്ട്, കൃഷി ഇതിൽ തോറ്റിരിക്കും, പിന്നെ ജയിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് കൺമണി കൂടി വിചാരിക്കണം, കൺമണിയുടെ സപ്പോർട്ട് കൂടി കൃഷിനുണ്ടെങ്കിൽ കൃഷി ഇതിൽ എന്തായാലും വിജയിക്കുമെന്ന് കേണൽ സാറ് പറയുന്നുണ്ട്. അപ്പൊ കൺമണി പറയാണ്, ഞാൻ കണ്ട നല്ല മനുഷ്യരിൽ ഒരാളാണ് ക്രിഷ് സാർ. സാറിന് ഒരുപാട് ആർഭാടങ്ങളോ അത്യാഗ്രഹങ്ങളോ ഒന്നുമില്ല. ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയാണ് ഞാൻ. എന്നെ കളങ്കമില്ലാതെ സാർ സ്നേഹിക്കുന്നുണ്ട് എന്ന് കൺമണി പറയുമ്പോൾ കേണൽ സാറ് പറയുന്നുണ്ട്, അത് കൺമണിയുടെ ഭാഗ്യമല്ല, കൃഷിന്റെ ഭാഗ്യമാണ്. അങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ തൊഴിലാളികൾ ഇടപെട്ട് നിങ്ങളെ വഴിയിൽ തടഞ്ഞില്ലേ, അന്ന് തൊഴിലാളികളോട് കൺമണിയാണ് സംസാരിച്ചതെന്ന് ഞാൻ മധു വഴി അറിഞ്ഞു. ഇനി കൺമണിയെ കുറിച്ച് ദേജിയും എന്നോട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, ക്രിഷ് സാറ് തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്ന് കൺമണി പറയുമ്പോൾ കേണൽ സാറ് പറയാണ്, ഋഷി തന്നെ ഇത് പരിഹരിക്കണം, ഋഷി തന്നെ വേണം ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ, അതിപ്പോ എന്റെ വാശി തന്നെയാണ് എന്ന് കേണൽ സാറ് പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, കേണൽ സാറ് ഇന്ന് ഒരുപാട് ക്രിഷ് സാറിനെ കളിയാക്കിയെന്ന് പറഞ്ഞു, അതിലെ സാറിന് നല്ല വിഷമമുണ്ടെന്ന് പറയുമ്പോൾ കേണൽ സാറ് പറയുന്നുണ്ട്, ദേ ഞാൻ കളിയാക്കി, ഞാൻ ഇനിയും കളിയാക്കും, അതെല്ലാം കൃഷിന്റെ ഈഗോ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. ചെറിയൊരു വാശിയും എടുത്തുചാട്ടവും ഒക്കെ കൃഷിന്റെ കയ്യിലുണ്ട്, അതെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെയെല്ലാം പറഞ്ഞത്. ഒരു യഥാർത്ഥ ഹീറോയുടെ എല്ലാ സ്വഭാവ ഗുണങ്ങളും കൃഷിന്റെയിലുണ്ട്. സത്യത്തിൽ കൃഷിനെ ഒരു പെർഫെക്റ്റ് മാനാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്തത്. കൃഷിന്റെ കൂടെ ഒരു പെർഫെക്റ്റ് ഹീറോയിനുമുണ്ട് കൺമണി. നിങ്ങളെ രണ്ടുപേരെയും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. കൃഷിനെ ഞാനിപ്പോൾ റെഡിയാക്കാൻ ശ്രമിക്കുന്നത് കൺമണിക്ക് കൂടി വേണ്ടിയാണ്. അതൊക്കെ ഇരിക്കട്ടെ, കൃഷിനെ കളിയാക്കിയാൽ കൺമണിക്ക് അത് വേദനയുണ്ടാക്കുമല്ലേ. തേജി എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ രണ്ടുപേരും നല്ല മാച്ചാണ്, ചേരേണ്ടവര് തന്നെയാണ് നിങ്ങൾ എന്ന് കേണൽ സാറ് പറയുന്ന സമയത്ത് കൺമണിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. വീണ്ടും കേണൽ സാറ് ചോദിക്കുന്നുണ്ട്, കൺമണി ഇവിടെ ഒരു പ്രൊജക്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയല്ലേ വന്നത്, അതെന്തായി എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയുന്നുണ്ട്, അതിനുള്ള വർക്കിലാണ് സാർ ഞാനിപ്പോൾ. അത് ഡിസൈൻ ചെയ്യാനുള്ള ചെറിയ പ്ലാനൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം കൊണ്ട് ഞാൻ വരച്ചു തീർക്കും, അതാണ് എന്റെ ശൈലി എന്ന് പറയുമ്പോൾ കേണൽ സാറ് പറയുന്നുണ്ട്, ഓരോരുത്തരുടെയും ശൈലിയാണല്ലോ വ്യത്യസ്തമാക്കുന്നത് അവരെ. എന്തായാലും കൺമണിയുടെ സ്റ്റൈൽ എനിക്ക് ഇഷ്ടമായി, ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കേണൽ സാറ് പോവുകയാണ്. കേണൽ സാറിൽ നിന്നും ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം കേട്ടപ്പോൾ കൺമണിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. പിന്നീട് ശ്രീനിവാസിന്റെ അടുത്തേക്ക് ഗോകുല് വന്ന് സംസാരിക്കുന്നുണ്ട്. ഗോകുല് പറയുന്നുണ്ട്, അച്ചച്ച, ആ സൈക്കോ വരുണിനെ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ വീട്ടിൽ നിന്നും പുറത്താക്കണം, അല്ലെങ്കിൽ ഇനിയും വലിയ കുഴപ്പങ്ങൾ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട്, ഇതിലും വലിയ കുഴപ്പങ്ങൾ ഇനി എന്താവാനാ, കൺമണിയെ കുറിച്ച് ആലോചിച്ച് മാത്രമാണ് ഞാനൊന്നും ചെയ്യാത്തത് എന്ന് പറയുമ്പോൾ ഗോകുല് പറയുന്നുണ്ട്, നമുക്ക് അപ്പയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയാം, അപ്പൊ ഇതിനൊരു വഴി കണ്ടുപിടിക്കുമെന്ന് ഗോകുല് പറയുന്ന സമയത്ത് ശ്രീനിവാസൻ പറയുന്നുണ്ട്, വേണ്ടടാ ഗോകുലെ, അവളിപ്പോൾ പുതിയൊരു പ്രൊജക്ട് വരച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളായിട്ട് അവളെ ശല്യം ചെയ്യണ്ട എന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്ക് വരുൺ വരുന്നുണ്ട്. വരുൺ ശ്രീനിവാസനോട് ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ ശ്രീനിവാസൻ മറുത്തൊന്നും പറയാതെ ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. വരുൺ എന്നിട്ട് ശ്രീനിവാസനോട് പറയുന്നുണ്ട്, ഒരാള് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ തിരിച്ച് അതുപോലെ പറയണം, അല്ലെങ്കിൽ അത് മര്യാദകേടാണെന്ന് പറയുമ്പോൾ ശ്രീനിവാസന് ദേഷ്യം വന്നുകൊണ്ട് പറയുന്നുണ്ട്, അതെല്ലാം മര്യാദകേട്, എല്ലാവരുടെയും വീട്ടിൽ കയറി താമസിക്കുന്നില്ലേ, അതാണ് മര്യാദകേടെന്ന് പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട്, കൺമണിയുടെ അച്ഛൻ ടെൻഷൻ ആവല്ലേ, വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, കൺമണിയെ വിളിച്ച് വരാൻ പറ, ഞാൻ അവളെ കാത്തിരിക്കുകയാണ്, കഴിഞ്ഞതെല്ലാം ഞാൻ മറക്കാം, എന്നെ വന്ന് കല്യാണം കഴിക്കാൻ പറ എന്ന് വരുൺ പറയുന്ന സമയത്ത് വീണ്ടും ശ്രീനിവാസന് ദേഷ്യം വന്നുകൊണ്ട് വരുണിനെ അടിക്കാനായി പോവുകയാണ്. ഗോകുൽ എന്നിട്ട് ശ്രീനിവാസനെ തടഞ്ഞു വെക്കുന്നുണ്ട്. പിന്നീട് ശ്രീനിവാസൻ വരുണിനോട് പറയുന്നുണ്ട്, എന്റെ മോളെ ഇല്ലാതാക്കാൻ വേണ്ടിയല്ലേ നീ നടക്കുന്നത്, നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട്, എന്നെ കൊല്ലാൻ പറ്റില്ല നിങ്ങൾക്ക്, കൺമണിയെ കൃഷിയിൽ നിന്നും വേഗം രക്ഷിച്ചോ, അല്ലെങ്കിൽ കൺമണിയുടെ കാര്യം കട്ടപ്പുകയാണ്, കാര്യം കഴിഞ്ഞാൽ ആ കൃഷി കറിവേപ്പില പോലെ കൺമണിയെ വലിച്ചെറിയുമെന്ന് പറയുമ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട്, എന്റെ മോൾ വഴിതെറ്റിപ്പോവില്ല, അവളെ സംരക്ഷിക്കാൻ അവൾക്കറിയാം, നല്ല വിവേകമുള്ള കുട്ടിയാണ് എന്റെ മോൾ എന്ന് പറയുമ്പോൾ വരുൺ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് കൺമണിയെ അറിയാം അച്ഛാ, പക്ഷേ കൃഷിനെ അറിഞ്ഞൂടാ, ചവച്ചു തുപ്പിയ പെൺകുട്ടികളുടെ ലിസ്റ്റ് തന്നെ ഉണ്ട് എന്റെ അടുത്ത് എന്ന് വരുൺ പറയുകയാണ്. വീണ്ടും ശ്രീനിവാസൻ വരുണിനെ തല്ലാൻ വേണ്ടി പോകുന്ന സമയത്ത് വരുൺ പറയുന്നുണ്ട്, ഒന്നില്ലെങ്കിൽ എനിക്കെന്റെ പൊന്നും പണവും കിട്ടണം, അല്ലെങ്കിൽ കൺമണിയെ കിട്ടണം, അല്ലാതെ ഞാൻ ഇവിടെ നിന്ന് പോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരുൺ അവിടെ നിന്നും പോവുകയാണ്. അപ്പോഴേക്കും ശ്രീനിവാസിന്റെ ഫോണിലേക്ക് കൺമണി വിളിക്കുന്നുണ്ട്. ശ്രീനിവാസൻ അപ്പൊ ഗൂഗിളിനോട് പറയുന്നുണ്ട്, വരുൺ ഇവിടെ വന്ന് താമസിക്കുന്ന കാര്യമൊന്നും നീ കൺമണിയോട് ഇപ്പോൾ പറയണ്ട, അവൾക്ക് വളരെ സങ്കടമാവും എന്ന് പറഞ്ഞുകൊണ്ട് കൺമണിയുടെ ഫോൺ അറ്റൻഡ് ചെയ്യാണ് ശ്രീനിവാസൻ. എന്നിട്ട് കൺമണിയോട് ചോദിക്കുന്നുണ്ട്, മോളെ നിനക്ക് സുഖല്ലേ, നീ ഇവിടെ ഇല്ലെന്ന് അറിഞ്ഞു, അപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയുന്നുണ്ട്, ഞാനൊരു പ്രൊജക്ടിന്റെ ഭാഗമായി പൊന്നുമേട്ടിലേക്ക്
വന്നതാണ് അച്ഛാ, ക്രിഷ് സാറും എന്റെ കൂടെയുണ്ടെന്ന് കൺമണി പറയുന്നുണ്ട്. പിന്നീട് ശ്രീനിവാസിന്റെ കയ്യിൽ നിന്നും ഗോകുൽ ഫോൺ വാങ്ങിച്ച് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അപ്പ എവിടെയാ, സുഖല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ കൺമണി സുഖാണടാ, നിനക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിച്ച് വിശേഷങ്ങൾ തിരക്കുന്നുണ്ട്. എന്നിട്ട് ഗോകുൽ കൺമണിയോട് പറയുന്നുണ്ട്, അപ്പ സൂക്ഷിക്കണം, ക്രിഷ് സാറിന്റെ കൂടെ തന്നെ ഉണ്ടാവണം. സൈക്കോ വരുണും അനിരുദ്ധ് സാറും ഓരോ പ്രശ്നങ്ങളായിട്ട് നടക്കുകയല്ലേ, ക്രിഷ് സാറിന്റെ കൂടെ അപ്പയുണ്ടെങ്കിൽ സേഫ് ആണെന്ന് ഗോകുൽ പറയുകയാണ്. പിന്നീട് കൺമണിയും ശ്രീനിവാസനും സംസാരിക്കുന്നുണ്ട്. കൺമണി പറയുന്നുണ്ട്, ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഈ ജോലിയൊക്കെ തീർത്തിട്ട് അങ്ങോട്ട് വരാം അച്ഛൻ പേടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. പിന്നീട് സുജു ഡൈനിങ് ടേബിളിൽ ഫുഡെല്ലാം എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് മാനസ വരുന്നത്. സുജുവിനെ കാണുമ്പോൾ മാനസ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ആന്റിമയെ കൊണ്ട് ഇനി ഒന്നും നടക്കില്ല. കൃഷിനെ തനിക്ക് കിട്ടണമെങ്കിൽ ഇവരെ എനിക്ക് എന്റെ കൂടെ നിർത്തണം. ആന്റിമ വെറും ആന്റിമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാനസ സുജുവിന്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, ആന്റി, ഞാൻ ആന്റിയെ അപ്പോഴത്തെ സങ്കടത്തിൽ ഒരുപാട് വേദനിപ്പിച്ചു. കൃഷി ദൂരെ എങ്ങോട്ടോ കൺമണിയും വിളിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ എന്റെ നിയന്ത്രണം വിട്ടു. കല്യാണം കഴിക്കാൻ പോകുന്ന ആള് വേറൊരു പെൺകുട്ടിയുമായി പോയാൽ എത്രത്തോളം സങ്കടം ഉണ്ടാവുന്ന ആന്റിക്കും അറിയാമല്ലോ. അപ്പോഴത്തെ സങ്കടത്തിൽ എനിക്ക് നെഞ്ചു പൊട്ടി ഞാൻ അങ്ങനെയെല്ലാം പറഞ്ഞു പോയതാണ്. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല ആന്റി, ഞാൻ ഇവിടുന്ന് പോവാണ്, എങ്ങോട്ടെങ്കിലും പോവാണ്. കൃഷിന്റെ സ്നേഹം കിട്ടാനായി കെഞ്ചിച്ചിട്ടോ ബഹളം വെച്ചിട്ടോ ഒന്നും കാര്യമില്ല. അങ്ങനെയല്ലല്ലോ സ്നേഹം വാങ്ങിച്ചെടുക്കേണ്ടത്, സ്വാഭാവികമായി കിട്ടേണ്ടതല്ലേ. കൺമണി എന്തായാലും കൃഷിനെ വിട്ടുതരില്ല ആന്റി, അവൾക്കറിയാം അവസാനം ആന്റിയും അങ്കിളും അവളുടെ വഴിക്ക് വരുമെന്ന്. അതുകൊണ്ട് ഞാനിനി ഒന്നിനുമില്ല, ഞാൻ ഇവിടുന്ന് പോവാണ്. ഞാനിനി നിങ്ങളുടെ ഇടയിൽ തടസ്സമാവുന്നില്ല, എങ്ങോട്ടെങ്കിലും പോവാണെന്ന് പറയുമ്പോൾ സുജു മാനസിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, മോൾ എങ്ങോട്ട് പോവാനാ, മോൾ എങ്ങോട്ടും പോകുന്നില്ല, ഇവിടെ തന്നെ മോൾ താമസിക്കും, ഇതാണ് മോളുടെ വീട്. നാട്ടുകാരെയെല്ലാം വിളിച്ച് ആർഭാടമായി നിങ്ങളുടെ എൻഗേജ്മെന്റ് നടത്തിയത് വല്ല കൺമണിക്കും അവനെ അങ്ങനെ വിട്ടുകൊടുക്കാനല്ല. അങ്ങനെ ഒരു നെറിയടിഞ്ഞു കൂട്ടു നിൽക്കാൻ മാത്രം ക്വാളിറ്റി ഇല്ലാത്തവരല്ല മാനസ ഞങ്ങൾ കാരണം കൊണ്ട് മോള് വിഷമിക്കാൻ പാടില്ല. ഈ സമാധാനമായിരിക്കെ കൃഷ്ണ ഞങ്ങളുടെ മോനാണ്, ഞങ്ങൾ സംസാരിക്കാം അവനോട്. പിന്നെ അവരിപ്പോ പോയതിന് മോള് വിഷമിക്കൊന്നും വേണ്ട, ഓഫീസ് കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ അവര് പോയിരിക്കുന്നത്, ഇതിന്റെ ഗൗരവം എന്തായാലും അവർക്കുണ്ടാവുമെന്ന് സുജു പറയുന്ന സമയത്ത് മാനസ പറയുന്നുണ്ട്, എങ്കിലും എനിക്കൊരു പേടിയുണ്ട് ആന്റി എന്ന് പറയുമ്പോൾ സുജു പറയുന്നുണ്ട്, മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ആന്റി ഉണ്ട് മോളുടെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് സുജു മാനസയ്ക്ക് ഒരു ഉമ്മ കൊടുക്കുകയാണ് നെറ്റിയിൽ. മാനസയ്ക്കപ്പോ വളരെ സന്തോഷമാവുകയാണ്. പിന്നീട് കൺമണി പ്രൊജക്ടിന്റെ ഡിസൈനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് കൃഷി വരുന്നത്. കൃഷി കൺമണിയോട് ചോദിക്കുന്നുണ്ട്, കൺമണി നീ സ്വപ്ന ലോകത്താണല്ലോ എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയുന്നുണ്ട്, ഞാൻ പ്രൊജക്ടിനെ കുറിച്ച് ആലോചിക്കായിരുന്നു, എന്റെ മനസ്സിലൊരു ഡിസൈൻ കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട്, സോറി കൺമണി, ഞാൻ നിന്നെ ഈ സമയത്ത് ഡിസ്റ്റർബ് ചെയ്തല്ലേ എന്ന് പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, ഇറ്റ്സ് ഓക്കെ സാർ, അതൊന്നും കുഴപ്പമില്ല എന്ന് പറയാണ്. സമയത്ത് വേഗം തന്നെ കൺമണിയുടെ കവിളിൽ കൃഷി ഒരു ഉമ്മ കൊടുക്കുകയാണ്. കൺമണി അപ്പൊ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റുകൊണ്ട് കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്, സാർ എന്താ ഇത് എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട്, അല്ല കൺമണി, ഐഡിയ കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അത് മാത്രമല്ല നേരത്തെ എന്നെ സാറ് കളിയാക്കിയതിന് കൺമണിയല്ലേ എന്റെ വിഷമൊക്കെ മാറ്റി തന്നത്, എനിക്ക് മോട്ടിവേഷൻ തന്നത് കൺമണിയല്ലേ, അതിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഇതെന്ന് പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല സാർ, ഞാൻ എന്റെ മനസ്സിലുള്ളത് സാറിനോട് ഷെയർ ചെയ്തു, അത്രയേ ഉള്ളൂ എന്ന് പറയാണ്. വീണ്ടും കൃഷി കൺമണിയെ ഉമ്മ വെക്കാൻ പോകുമ്പോൾ കൺമണിയെ അതിന് സമ്മതിക്കുന്നില്ല. അപ്പോൾ കൃഷിന് ആകെ ദേഷ്യം വരുന്നുണ്ട്. വീണ്ടും കൺമണിയുടെ അടുത്ത് കൃഷി റൊമാൻറ്റിക് ആവാൻ നോക്കുമ്പോൾ കൺമണി പറയുന്നുണ്ട്, സാർ ഇതൊന്നും വേണ്ട, കേണൽ സാർ എങ്ങാനും കണ്ടാൽ പനിഷ്മെന്റ് കിട്ടും, രാവിലത്തെ 100 തവണ ഓടിയത് മറന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കൺമണി കൃഷിനെ കളിയാക്കുന്നുണ്ട്. അപ്പൊ കൃഷി പറയുന്നുണ്ട്, എന്തായാലും ഇവിടെ നിന്ന് പോയാൽ ഓർമ്മിക്കാൻ കുറെ കാര്യങ്ങളുണ്ട്, ഇടയ്ക്ക് വരുമ്പോൾ തൊഴിലാളികൾ വഴി തടഞ്ഞപ്പോ തന്നെ എന്റെ മനസ്സ് മടുത്തു, പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടു തുടങ്ങി, നീയും ഞാനും മാത്രമായുള്ള ഒരു ലോകമായാണ് എനിക്ക് തോന്നുന്നത് എന്ന് കൃഷി പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, സാറ് എത്രയും പെട്ടെന്ന് ഈ ഫാക്ടറി തുറക്കണം, ഇതിനുവേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അതിന് എനിക്ക് കുറച്ചുകൂടി ഊർജം വേണമെന്ന് പറഞ്ഞുകൊണ്ട് കൺമണിയെ ഉമ്മ വയ്ക്കാൻ പോകുമ്പോഴേക്കും അവിടെ നിന്നും ഒരു ബെല്ലിന്റെ സൗണ്ട് കേൾക്കുകയാണ്. കൺമണിയപ്പോ കൃഷിനോട് പറയുന്നുണ്ട്, സാർ വേഗം പോയിക്കോ, കേണൽ സാർ എങ്ങാനും കണ്ടിട്ടുണ്ടാവും, വേഗം ഇവിടുന്ന് പോയിക്കോ എന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട്, ശരി കൺമണി, നീ ഡിസൈനെ കുറിച്ച് ആലോചിക്ക്, ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് കൃഷി പോവുകയാണ്. പിന്നീട് ഓഫീസിൽ മണിയുടെ പഴയൊരു ഡിസൈൻ എടുത്ത് നോക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ശ്രീദേവി ലഡ്ഡുമായി വരികയാണ്. എന്നിട്ട് മഹിക്ക് ലഡ്ഡു കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് മഹി ചോദിക്കുന്ന സമയത്ത് ശ്രീദേവി പറയുന്നുണ്ട്, ഇന്നെന്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ മഹി ചോദിക്കുന്നുണ്ട്, ഇതാകെ കുറച്ചുള്ളല്ലോ, ഇവിടെ എല്ലാവർക്കും കൊടുക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ശ്രീദേവി പറയുന്നുണ്ട്, എല്ലാവർക്കും കൊടുക്കുന്നില്ല, സാറിന് മാത്രമേ തരുന്നുള്ളൂ, എനിക്ക് ഇഷ്ടപ്പെട്ടവരുടെ ലിസ്റ്റിലുള്ളവർക്ക് മാത്രമേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ, അതിലൊരാളാണ് സാറെന്ന് പറഞ്ഞുകൊണ്ട് മഹയെ സോപ്പിടാനായി വന്നിരിക്കുകയാണ് ശ്രീദേവി. പിന്നീട് ശ്രീദേവി
മഹിയോട് ചോദിക്കുന്നുണ്ട്, സാർ ഇത് ഏതാ ഡിസൈൻ, നല്ല രസമുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ മഹി പറയുന്നുണ്ട്, ഇത് കൺമണിയുടെ പഴയൊരു ഡിസൈനാണ്, ആവശ്യം വന്നപ്പോൾ എടുത്തു നോക്കിയതാണെന്ന് പറയുകയാണ്. ശ്രീദേവി അപ്പൊ മഹിയോട് പറയുന്നുണ്ട്, സാർ ഞാനുകൂടി ഇതൊന്ന് നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മഹിയുടെ തോളത്ത് കൈവച്ചുകൊണ്ട് ആ ഡിസൈൻ നോക്കുകയാണ്. ശ്രീദേവി വന്ന് തന്റെ അടുത്ത് അങ്ങനെ നിന്നപ്പോൾ മഹിക്കാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.